രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ ചില ഘട്ടങ്ങളിൽ ചർച്ചയാകാറുണ്ട്. സമകാലിക വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത സമയങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക അനുകൂല നിലപാടിലേക്ക് അദ്ദേഹം പതുക്കെ മാറുന്നതായിട്ടൊരു സംശയം. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നു. പലതും ഈ ക്രിസംഗികൾ എന്ന് പറയുന്ന സംഘപരിവാറിനോട് ചേർന്ന് പോകുന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകളെ ക്രിസംഗികൾ എന്ന് പറയുന്ന അതേ ലാഘവത്തോടെ ജിഹാദികൾ അദ്ദേഹം പറയുന്നില്ല. നൈജീരിയയിലും അതുപോലെ തന്നെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്ന ജിഹാദികൾ, ഞങ്ങൾക്ക് അത് പറയുന്നതിന് മടിയില്ല, ഇസ്ലാമിക ഭീകരവാദികൾ, ഇവരെ കുറിച്ച് യാതൊരു അക്ഷരവും രാഹുൽ ഈശ്വർ മിണ്ടുന്നില്ല. എന്നാൽ ഇവിടെ സംഘപരിവാറിനോട് ചേർന്ന് പോകുന്ന ക്രൈസ്തവരെ ക്രിസംഗികൾ എന്ന് പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. ഇതൊരു ഇരട്ടത്താപ്പാണ്. ഒരു ഇസ്ലാമിക അനുകൂല നിലപാട് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. അത് മാത്രമല്ല, അൻസാരി സുഗരിയെ പോലുള്ള അൻസാരി സുഗരി പറയുന്ന പല കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള മതപരമായ അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻസാരി സുഗരിയെ വല്ലാതെ പ്രൈസ് ചെയ്യുന്ന, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വല്ലാതെ പുകഴ്ത്തുന്ന, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നയാൾ എത്ര മോശപ്പെട്ടാണെങ്കിലും പറയുന്ന നിലപാട് നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കാന്നുള്ളതാണ്. പക്ഷെ അൻസാരി പറയുന്നത് എല്ലാം ശരിയാണെന്നുള്ളത് രാഹുൽ പറയുന്നു. ആ അർത്ഥത്തിൽ എന്ന് പറയുന്നാൽ അൻസാരിക്ക് ഒരു ഫുൾ സപ്പോർട്ട് രാഹുൽ കൊടുക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൻസാരി സുഗരി സത്യത്തിൽ സജീർ ബുക്കാരിയെ പോലുള്ള ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തെ പരിഹസിച്ചുകൊണ്ട് ഈ അടുത്തിടയ്ക്ക് ഇട്ടൊരു പോസ്റ്റിന്റെ അടിയിൽ പോയി ചിന്തനീയം എന്ന് ഇട്ട വ്യക്തിയാണ്. അതിൽ മുഹമ്മദ് ഈസയെ പോലുള്ള ആളുകളെ, അത്തരത്തിലുള്ള ദാവാ പ്രവർത്തകരെ, ക്രൈസ്തവ വിശ്വാസ വിമർശകരെ വല്ലാതെ അനുകൂലിക്കുന്ന ഒരാൾ കൂടിയാണ് അൻസാരി സുഗരി. അപ്പൊ അങ്ങനെ ഈ ക്രിസ്തീയ വിശ്വാസം വിട്ട് ഇസ്ലാമിലേക്ക് പോയ ആളുകളെയൊക്കെ അദ്ദേഹം വല്ലാതെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയല്ലാത്ത ചില ഈ മരിയോയെ പോലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തി വല്ലാതെ കളിയാക്കുന്നതൊക്കെ അൻസാരി സുഗരി അങ്ങനെ ചെയ്യുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്. അവിടെയൊക്കെ അൻസാരി സുഗരിക്ക് അനുകൂലമായ നിലപാട് പലപ്പോഴും രാഹുൽ ഈശ്വർ സ്വീകരിക്കുന്നു. അതൊക്കെ ചിന്തിക്കേണ്ട വസ്തുതകളാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക അനുകൂലമായ നിലപാട് രാഹുൽ ഈശ്വരിൽ രൂപപ്പെട്ടു വരുന്നു. അദ്ദേഹം ഫണ്ട് മേടിക്കുന്നുവെന്നോ ജിഹാദിയാണെന്നോ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിന് അനുകൂലമായ ഒരു താല്പര്യം, ഒരു അജണ്ട അദ്ദേഹം പ്രാവർത്തികമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ടോക്കുകളിൽ, അദ്ദേഹത്തിന്റെ സമകാലിക നിലപാടുകളിൽ അത്തരത്തിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ അനുമാനം. രാഹുൽ ഈശ്വർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു മറുപടി തന്ന വളരെ നല്ല കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഈ അടുത്തിടെ അദ്ദേഹം പറഞ്ഞത് ബൈബിൾ പറയുന്ന യേശുവും ഇസ്ലാം പറയുന്ന ഈസയും ഒന്ന് തന്നെയാണെന്നുള്ള അർത്ഥത്തിലാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് 25 തവണയാണ് പരിശുദ്ധ ഖുറാനിൽ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പരാമർശിക്കുന്നത്. മറിയത്തിന്റെ മകനായ ഈസ എന്നാണ് യേശു ക്രിസ്തു അതിൽ പരാമർശിച്ചിരിക്കുന്നത്. ഒരിക്കലുമല്ല. ബൈബിൾ പറയുന്ന യേശുക്രിസ്തു ചരിത്രപുരുഷനാണ്, ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവാണ്, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ്, മറ്റാരും പറയാത്ത ധാർമ്മിക ചിന്തകൾ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള യേശുക്രിസ്തുവാണ്, വീണ്ടും വരുന്ന ക്രിസ്തുവാണ്. എന്നാൽ ഖുറാൻ പറയുന്ന, ഹദീസുകൾ പറയുന്ന ഈസ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച, പക്ഷിയെ ഉണ്ടാക്കി പറത്തിവിട്ട, ആ നിലയിൽ ഈന്തപ്പനയുടെ ചുവട്ടിൽ പ്രസവിക്കപ്പെട്ട ഈസയാണ്. ആ ഈസ അള്ളാഹുവിന്റെ അടിമയാണ്. ആ ഈസയ്ക്ക്, അതായത് തോമസിന്റെ സുവിശേഷം, യാക്കോബിന്റെ സുവിശേഷം, ശൈശവ സുവിശേഷം എന്നൊക്കെ പറയുന്ന ജ്ഞാനമത കൃതികളിൽ കാണുന്ന ആ ഈസയ്ക്ക്, ജ്ഞാനമത കൃതികൾ എന്ന് പറയുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ചിന്താധാര, അപ്പോസ്തലന്മാരുടെ പേര് വെച്ച് എഴുതിയ കൃതികളിൽ കാണുന്ന ആ ഈസയ്ക്ക്, ഈസ എന്നല്ല അതിൽ പേര്, എന്നാൽ ആ അവരുടെ ജ്ഞാനമത കൃതികളിൽ കാണുന്ന അതേ രൂപത്തിലും ഭാവത്തിലും കാണുന്ന ഈസയ്ക്ക് പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. യേശു